എന്താ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടാ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബാത്റൂം ക്ലീൻ ആക്കണ ഒരു വീഡിയോ ചെയ്താലോ? നമ്മളെ ഫാമിലിയിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ. അപ്പോൾ നമുക്ക് ബാത്റൂം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കണത് നമ്മളെ ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പക്കാരം, സോഡാപ്പൊടി അങ്ങനെയൊക്കെ പറയുന്ന സാധനമാണിത്. ഇത് ഞങ്ങൾക്ക് ഇവിടെ പാക്കറ്റായിട്ടാണ് കേട്ടോ കിട്ടണത്. 5 രൂപയുടെ ഒരു പാക്കറ്റിൽ അത് പലതരത്തിലും കിട്ടും. അപ്പോൾ അതും കുറച്ചെടുത്തു. പിന്നെ നമ്മളെ ലിക്വിഡ് ഉണ്ടല്ലോ, പാത്രം കഴുകുന്ന ലിക്വിഡ്, അതും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ബാത്റൂം ഫുള്ളും ക്ലീൻ ചെയ്യണത്. വേറെ ഒന്നും ക്ലീനിങ് ലിക്വിഡ്സ് ഒന്നും വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് ചെയ്യണത്. ഇതുകൊണ്ട് വൃത്തിയാക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഞാനതൊരു പാത്രത്തിലാക്കിയിട്ട് ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ സൊല്യൂഷൻ കൊണ്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അഴുക്ക് ബാത്റൂമിൽ നിന്ന് ടൈലിൽ നിന്നൊക്കെ പോയിട്ട് കാണാം നമുക്ക്. പിന്നെ ഞാനിത് കുറച്ച് ലിക്വിഡായിട്ട് കുറച്ച് ഡൈലൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ അതിലൊഴിക്കണത്. അത് നമുക്ക് ചെമരുമ്പലിക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് എളുപ്പം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ 2 പാത്രത്തിലാക്കിയിട്ടാണ് ബാത്റൂം കഴുകാൻ വേണ്ടി പോണത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഇതാ ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബ്രഷ് ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൈപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ ആ ചെറിയ ബ്രഷ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അതേപോലെ ഈ ഒരു കഴുകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രബ്ബർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലോസറ്റിൽ ഹാർപ്പിക്കിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ട് പതപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ ജനലിൻ്റെ മുകളിലും ഒക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. ബാത്റൂമിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുകയാണ് കേട്ടോ ആദ്യം. അതിലാവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെക്ഷൻ തിരിച്ചിട്ട് ഞാൻ കളയാനുള്ളത് കളയാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ വേറെയും എടുത്ത് വെച്ചു. അതിന് ശേഷം ആദ്യം തന്നെ മാറാല തട്ടുകയാണ് കേട്ടോ. നമ്മുടെ ജനലിൻ്റെ മുകളിൽ മാറാല തട്ടണ ബ്രഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് താഴത്ത് നിന്നാൽ തന്നെ എത്തുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഈ ബാത്റൂമിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അത് കാരണം കേട്ടോ ഇതിങ്ങനെ ഹൈറ്റ് കുറവിലുള്ളത്. മാറാല തട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ജനലിൻ്റെ മുകളിലത്തെ പൊടിയും അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ജനലിൻ്റെ മുകളിൽ അത്യാവശ്യത്തിന് അഴുക്കുണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് ഒരു തുണി കൊണ്ട് ക്ലീൻ ആക്കിയിട്ട് എടുത്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഷവറിൻ്റെ മുകളിലേക്കൊക്കെ സ്പ്രേ ചെയ്തു. അതിന് ശേഷം ഷവറൊക്കെ നന്നായിട്ട് ബ്രഷ് കൊണ്ട് ഉരച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. ഈ ക്ലീനിങ് സൊല്യൂഷൻ ഇങ്ങനെ സ്പ്രേയറിലാക്കി വെച്ചാൽ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇത് പിന്നെ ഉരച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാനും അവിടേക്ക് സോപ്പിൻ്റെ ലിക്വിഡ് ആക്കാനും ഒക്കെ സ്പ്രേയറിലാണ് വെച്ചെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ്. അതുകൊണ്ട് ആണ് ഞാനിത് ഇങ്ങനെ ആക്കി വെക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ട് സ്റ്റീലിൻ്റെ, അതിൻ്റെ മുകളിലേക്കും സ്പ്രേയർ കൊണ്ട് തന്നെ ലിക്വിഡ് ആക്കിയതിന് ശേഷം അതും ഉരച്ച് നന്നായി വൃത്തിയാക്കിയിട്ട് കഴുകുകയാണ് കേട്ടോ. ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ ചെറുതായിട്ട് തുരുമ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ നനവൊക്കെ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുറച്ച് തുരുമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഉരച്ച് ഞാൻ ക്ലീൻ ആക്കിയപ്പോൾ സ്റ്റീൽ പൂൾ കൊണ്ട് ക്ലീൻ ആക്കിയപ്പോൾ തന്നെ അതൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ സോപ്പ് വെക്കണ സ്റ്റാൻഡാണ്, അതും സ്റ്റീലിൻ്റെ തന്നെയാണ്. അതിന് ശേഷം നമ്മളെ പൈപ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെയും സ്പ്രേ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. ഈ ലിക്വിഡ് കൊണ്ട് ഞാൻ സ്പ്രേയർ കൊണ്ട് ചെയ്തിട്ട് ഒരു ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് എടുത്തിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. പിന്നെ നമ്മുടെ ചെമരിൻ്റെ മുകളിലത്തെ ടൈലൊക്കെ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ഈ ഒരു ബ്രഷാണ് കേട്ടോ. ഈ ബ്രഷ് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ സ്ക്വയർ ടൈപ്പ് മാത്രമല്ല വേറെ ടൈപ്പുകളിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് ഹാൻഡിലായിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റുള്ള ബാത്റൂമൊക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് താഴത്ത് നിന്നിട്ട് തന്നെ എത്തും. എൻ്റെ ബാത്റൂം പിന്നെ ഇപ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്ത കാരണം എനിക്കിപ്പോൾ ഇതിൻ്റെ തന്നെ ആവശ്യമുള്ളൂ. അതേപോലെ നമ്മളെ പൈപ്പുകളും അങ്ങനെയുള്ള എല്ലാം ഞാൻ ഈ ലിക്വിഡ് കൊണ്ട് തന്നെ ഞാൻ ഉരച്ച് കഴുകുകയാണ് കേട്ടോ. സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മളെ നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടും അഴുക്കുകളുള്ളതൊക്കെ കഴുകുകയാണ് കേട്ടോ. എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ പൈപ്പ്, സ്റ്റീലിൻ്റെ അല്ല. പ്ലാസ്റ്റിക് പൈപ്പ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു പ്രശ്നവുമില്ല. സ്റ്റീലിൻ്റെ വാങ്ങിക്കേണ്ട, അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ചതാണ്. രാത്രിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഈ നിഴൽ വന്നിട്ട് കാണുന്നത്. പിന്നെ എല്ലാ സൈഡിലെ ചുമരും ഞാൻ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ സ്പ്രേയറിലുള്ളത്, അതുകൊണ്ട് സ്പ്രേ ചെയ്തിട്ട് എല്ലാ സൈഡിലെ ചുമരും ഞാൻ കഴുകി ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. ഇനി നമ്മുടെ വാഷിംഗ് ബേസിനെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. വാഷിംഗ് ബേസൻ ചെറിയ ടൈപ്പാണ് ബാത്റൂമിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ സൊല്യൂഷൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഉൾഭാഗവും അതേപോലെ തന്നെ നമ്മൾ ഉള്ളിൽ ക്ലീൻ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഈ വാഷിംഗ് ബേസിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അവിടെയും കൂടിയിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഉൾഭാഗം മാത്രമായിട്ട് ചെയ്യരുത്, അപ്പോഴാണ് മൊത്തത്തിലെല്ലാം വൃത്തിയായിട്ട് കിട്ടുള്ളൂ.
ഈ പൈപ്പിൻ്റെ ഗ്യാപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടേ ഈ ഒരു ബ്രഷ് നല്ല ഉപകാരമാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാട്ടോ, വാങ്ങിക്കാത്ത ആൾക്കാരൊന്ന് വാങ്ങിച്ചോളാം. ഇതിങ്ങനെ നമുക്ക് നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ്. അങ്ങനെ നമ്മുടെ വാഷിംഗ് ബേസിൻ്റെ ക്ലീനിങ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ ഒരു നമ്മുടെ പാറ്റ ഗുളിക ഉണ്ടല്ലോ, അത് ഞാൻ ഇടാറുണ്ട് കേട്ടോ ഈ വാഷിംഗ് ബേസിൻ്റെ ഉള്ളിൽ. നല്ല സ്മെല്ലിന് നല്ലതാണ്. പിന്നെ നമ്മുടെ കോളിന് എടുത്തിട്ട് ഞാൻ ഒരു കണ്ണാടി ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒന്ന് കോളിനുകൊണ്ട് വൈപ്പ് ചെയ്തെടുത്തു. ഇനി ക്ലോസറ്റിൻ്റെ മീത ഭാഗമൊക്കെ ഈ സെയിം ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കണത്. ഈ ബ്രഷ് കൊണ്ടാണ് ഈ ക്ലോസറ്റിൻ്റെ സൈഡ് ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാറ്. നമ്മളെപ്പോഴും ക്ലോസറ്റിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യണത് കൊണ്ട് പുറം ഭാഗം ക്ലീൻ ചെയ്യാണ്ടിരിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. പിന്നെ ക്ലോസറ്റിൻ്റെ ഉൾഭാഗം കൂടി ക്ലീൻ ചെയ്തെടുത്തു. നിലത്തൊക്കെ പിന്നെ ആ സെയിം ലിക്വിഡ് തന്നെ കട്ടിയിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊഴിച്ചിട്ട് ഞാൻ നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായി അഴുക്ക് നിലത്ത് കാണാനുണ്ട്. ഈ ടൈലിന് തന്നെ ഒരു പ്രത്യേക കളറാണ്, ചളിയല്ലാതെ അതിനുള്ളൊരു കളറുണ്ട്. പിന്നെ അഴുക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒഴിച്ച് നന്നായിട്ട് ഉരച്ച് കഴുകിയപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടാണ്. ലാസ്റ്റ് പിന്നെ നമ്മൾ വൈപ്പർ എടുത്തിട്ടേ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് കളഞ്ഞു. എപ്പോഴും ഡ്രൈ ആയി കിടക്കുന്ന ബാത്റൂം തന്നെയാണ് നമുക്ക് നീറ്റായിട്ട് കാണാനും ഒക്കെ ഭംഗി. പിന്നെ ഞാൻ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബേക്കിംഗ് സോഡയും ഈ നമ്മളെ കംഫേർട്ട് ഉണ്ടല്ലോ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ജനലും വെച്ചാൽ ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ നമ്മുടെ വാതിലൊക്കെ ഉണ്ടല്ലോ ബാത്റൂമിൻ്റെ ഡോറ്, അത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. പിന്നെ അത് മാത്രമല്ല നമ്മളെ ബക്കറ്റ്, കപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ ഈ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തു. നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ബക്കറ്റും ഇതൊക്കെ വല്ല വഴുവഴുപ്പൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായി കിട്ടുന്നുണ്ട് കേട്ടോ. ബാത്റൂമിലേക്ക് കടക്കണോടത്ത് ഒരു ചവിട്ടിയും പിന്നെ ബാത്റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ചെരുപ്പും ഒക്കെ നിർബന്ധമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. എപ്പോഴും ചെരുപ്പ് ഇട്ടിട്ട് ബാത്റൂമിലേക്ക് കിടക്കണതാണ് എപ്പോഴും നീറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയണത്. പിന്നെ നമ്മളെ ക്ലീനിങ്ങിന് ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് ഉണക്കാൻ വെച്ചെടുക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യണ കാര്യങ്ങളൊക്കെ തന്നെയാണിത്. എന്നാലും ഒരാൾ ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അല്ലേ ചിലരൊക്കെ പറയാറുണ്ട് കേട്ടോ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കേ.